നമസ്കാരം. സാധാരണയായി ക്ഷേത്രോത്സവ പറമ്പുകൾ എന്നത് ആനന്ദത്തിന്റെയും ആഘോഷത്തിന്റെയും നല്ല പാട്ടുകൾ കേട്ട് മനസ്സു നിറയ്ക്കുന്നതിന്റെയും വേദികളാണ്. വർണ്ണപ്പകിട്ടാർന്ന ലൈറ്റുകളും ആരവങ്ങളും നിറഞ്ഞൊരു സന്ധ്യ. പക്ഷേ കഴിഞ്ഞ ദിവസം കണ്ണൂരിന്റെ മണ്ണിൽ കണ്ണാടിപ്പറമ്പ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം സാക്ഷ്യം വഹിച്ചത് ഒരു ഗാനമേളയെ അക്ഷരാർത്ഥത്തിൽ ഒരു നാടകമേളയാക്കി മാറ്റിയ ചില ഹൈ വോൾട്ടേജ് രംഗങ്ങൾക്കാണ്. ഒരു സിനിമാ കഥയെ വെല്ലുന്ന ട്വിസ്റ്റും സംഘർഷവും അരങ്ങേറിയ ആ രാത്രി പ്രേക്ഷകരെ ഒന്നടങ്കം മുൾമുനയിൽ നിർത്തിയ സംഭവമായി മാറി. ഒരു തൃശൂർ സംഘത്തിന്റെ ഗാനമേളയായിരുന്നു കണ്ണാടിപ്പറമ്പ് ക്ഷേത്രോത്സവത്തിലെ ആ ദിനത്തിലെ പ്രധാന ആകർഷണം. പാട്ടും മേളവും ആഘോഷിച്ച് സദസ്സ് ആവേശത്തിൽ തുള്ളിമറിഞ്ഞപ്പോൾ അപ്രതീക്ഷിതമായി അവിടെ ഒരു കർട്ടൻ റൈസർ അരങ്ങേറി. സദസ്സിൽ നിന്നുള്ള ചിലരുടെ ആവശ്യപ്രകാരം ഗായക സംഘം RSSന്റെ ഗണഗീതം ആലപിക്കാൻ തുടങ്ങിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കമായത്. സാധാരണ ഉത്സവ പറമ്പുകളിൽ കേട്ടുപരിചയമില്ലാത്ത ഒരു പാട്ടായതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ചിലർക്ക് കൗതുകം തോന്നി. എന്നാൽ ആ കൗതുകം അധിക നേരം നീണ്ടുനിന്നില്ല. പാട്ട് അതിന്റെ വഴിയെ ഒഴുകി നീങ്ങുമ്പോൾ രണ്ട് DYFI പ്രവർത്തകർ മിന്നൽ വേഗത്തിൽ സ്റ്റേജിലേക്ക് പാഞ്ഞുകയറി. പാട്ട് നിർത്തണമെന്ന് ആവശ്യപ്പെട്ട് ഗായകന്റെ മുന്നിൽ നിലയുറപ്പിച്ചു. സ്റ്റേജിലെ ആ അപ്രതീക്ഷിത അതിക്രമം കണ്ട് സദസ്സ് ശ്വാസമടക്കി പിടിച്ചു. ഒരാൾ പിന്മാറിയെങ്കിലും അടുത്തയാൾ പാട്ട് നിർത്തണമെന്ന ആവശ്യവുമായി ഗായകന്റെ സമീപം തന്നെ നിലയുറപ്പിച്ചു. ഇതോടെ മറ്റു ചിലരെത്തി ഇയാളെ സ്റ്റേജിൽ നിന്ന് പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. പിന്നീട് കണ്ടത് ഒരു ഫൈറ്റ് സീനിന് സമാനമായ രംഗങ്ങളാണ്. തള്ളിമാറ്റാൻ ശ്രമം നടന്നതോടെ രംഗം ചൂടുപിടിച്ചു. ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. ഉന്തും തള്ളും വാക്കേറ്റവും സ്റ്റേജിന്റെ താളം തെറ്റിച്ചു. ഒടുവിൽ ആഘോഷരാവിന്റെ സംഗീതം പെട്ടെന്ന് നിലച്ചു. ആളുകൾക്കിടയിൽ അമർഷവും ആശങ്കയും പരന്നു. ഈ നാടകീയ രംഗങ്ങൾക്ക് പിന്നിൽ ക്ഷേത്ര സംഘാടക സമിതിയിലെ രാഷ്ട്രീയ നിറം ചേർന്ന കണക്കുകളാണ് എന്നാണ് സംസാരം. RSS BJP പ്രവർത്തകർക്ക് ഇവിടെ സ്വാധീനമുണ്ടെന്നും സദസ്സിൽ നിന്നുള്ള ആവശ്യപ്രകാരം പാടിയ ഗണഗീതത്തെ രാഷ്ട്രീയപരമായി വ്യാഖ്യാനിച്ച് DYFI രംഗത്തിറങ്ങിയെന്നുമാണ് ഒരു പക്ഷം പറയുന്നത്. എന്നാൽ DYFIയുടെ നിലപാട് മറ്റൊന്നാണ്. RSS അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന വർഗീയവാദികളുടെ ശ്രമങ്ങളെ തിരിച്ചറിയാൻ ജനം തയ്യാറാകണം എന്ന് DYFI കണ്ണാടിപ്പറമ്പ് ഈസ്റ്റ് മേഖലാ കമ്മിറ്റി പ്രസ്താവനയിറക്കി. ഇങ്ങനെയുള്ള ശ്രമങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനിടെ ഗാനം തടയാൻ ശ്രമിച്ച DYFIക്കാരെ BJP RSS പ്രവർത്തകർ മർദ്ദിച്ചുവെന്ന ആരോപണവും ഉയർന്നു വന്നിട്ടുണ്ട്. സംഭവം വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചയാകുമെന്ന സൂചന നൽകി ഇരുവിഭാഗവും പരാതികളുമായി മുന്നോട്ടു പോകാൻ ഒരുങ്ങുകയാണ്. ഒരു ഉത്സവ പറമ്പിൽ കലാപരിപാടിക്കിടെ ഇങ്ങനെയൊരു ട്വിസ്റ്റ് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. മനോഹരമായൊരു സംഗീതരാവിനെ രാഷ്ട്രീയ പോരിന്റെയും ആരോപണ പ്രത്യാരോപണങ്ങളുടെയും വേദിയാക്കി മാറ്റിയ ഈ സംഭവം വരും ദിവസങ്ങളിൽ കണ്ണൂരിന്റെ മണ്ണിൽ പുതിയൊരു ചർച്ചാമേളയ്ക്ക് തിരികൊളുത്തുമോ എന്ന് കണ്ടറിയാം. എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ സംഭവ വികാസങ്ങൾ ഉടൻ കേൾക്കാനാകും എന്നതിൽ സംശയമില്ല.